ഹലോ എവ്രി വൺ, റിയൽ നമ്പേഴ്സിലെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. 10th സ്റ്റാൻഡേർഡിലെ CBSEയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഈ റിയൽ നമ്പർ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് HCF ഓഫ് 65 ആൻഡ് 117 ഈസ് എക്സ്പ്രസിബിൾ ഇൻ ദ ഫോം 65m - 117, ദെൻ വാട്ട് ഈസ് m? ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ HCF ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് എക്സ്പ്രസിബിൾ ഇൻ ദിസ് ഫോം എന്ന് പറഞ്ഞാൽ HCF ഓഫ് ദിസ് ഈസ് ഈക്വൽ ടു ദിസ് എന്നാണ്. സോ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ HCF ഓഫ് 65 ആൻഡ് 117. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് 5 × 13 എന്നും 9 × 13 എന്നും കിട്ടി. സോ HCF ഓഫ് 65 ആൻഡ് 117 ഈക്വൽ ടു 30. സോ അതിന് നമുക്ക് ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് 13 ഈക്വൽ ടു 65m - 117. സോ വാട്ട് ഈസ് m ഈക്വൽ ടു, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് m ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് p ആൻഡ് q ക്യാൻ ബി എക്സ്പ്രസ്ഡ് as p ഈക്വൽ ടു ab² ആൻഡ് q ഈക്വൽ ടു a³ b. a ആൻഡ് b ആർ പ്രൈം നമ്പേഴ്സ്, ദെൻ LCM ഓഫ് pq ഈസ് വാട്ട് എന്നാണ്. സോ LCM എന്ന് പറയുന്നത്, രണ്ട് നമ്പേഴ്സിൻ്റെ LCM എന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് ഓൾ ദ ഫാക്ടേഴ്സ് വിത്ത് ഹയസ്റ്റ് പവറാണ്. ഇവിടെ പിയുടെ ഫാക്ടേഴ്സും ക്യൂവിൻ്റെ ഫാക്ടേഴ്സും തന്നിട്ടുണ്ട്. p ab² q a³ b ആണ്. സോ ഓൾ ദ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എയും ബിയും എല്ലാ ഫാക്ടേഴ്സുമാണ്. അതിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 3യും ബിയുടെ ഹയസ്റ്റ് പവർ 2. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് a³b², ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, AB തന്നിട്ടുണ്ട്, HCF കണ്ടുപിടിക്കാനാണ്. ഈ ക്വസ്റ്റ്യനിൽ LCM ആണെങ്കിൽ ഇവിടെ HCF ആണ്. HCF എന്ന് പറയുന്നത് കോമൺ ഫാക്ടേഴ്സ് വിത്ത് ലോവസ്റ്റ് പവറാണ്. ഇവിടെ കോമൺ ഫാക്ടേഴ്സാണ് 2, 3, 5. ഇവിടെയും 2, 3, 5 ഉണ്ട്. സോ കോമൺ ഫാക്ടേഴ്സാണ്. ലോവസ്റ്റ് പവർ എന്ന് പറയുന്നത് 2ൻ്റെ ലോവസ്റ്റ് പവർ 2 ആണ്, 3യുടെ ലോവസ്റ്റ് പവർ 2 ആണ്, 5ൻ്റെ ലോവസ്റ്റ് പവർ 1 ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 180 എന്ന് കിട്ടും. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് എ.